അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളുവനാട് ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ ഉപ്പാനെ ഇതാ അവരെഴുതി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ അന്നത്തെ നമ്മൾ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ എടുത്തതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ വേറെ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് എന്താ നിൽക്കണേ, സ്ലിപ്പോ അതിൻ്റെ സ്ലൈഡ്. ഓക്കെ, അപ്പോൾ അത് അവർ അന്ന് തന്നിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ അവിടെ ടെസ്റ്റും കാര്യങ്ങളും ഞാൻ അവിടെ ഒന്നും കൂടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ഇതിനുള്ള അപേക്ഷ കൊടുത്ത് തിരഞ്ഞെടുക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ വള്ളുവനാട് ഹോസ്പിറ്റലിൽ വന്നതാണ്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ വന്നിട്ട് അന്ന് ഏകദേശം നമ്മൾ ഒരു കഷ്ടി 1.5 മാസത്തിന് മുകളിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമ്മൾ കാണിച്ചായിരുന്നു. ഏകദേശം ഒരു കഷ്ടി 2-3 ആഴ്ചയോളം നമ്മൾ വള്ളുവനാട് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത്. എല്ലാ ടെസ്റ്റുകളൊക്കെ ഇവിടുന്ന് എടുത്തത് എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, അങ്ങനത്തെ വലിയ MRI കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് പോലെ അവിടെ നല്ല ഡോക്ടറുണ്ട്, അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെയാണ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. ഇവരല്ല, ഇവര് പ്രൈവറ്റിൽ ഒരിക്കലും അങ്ങനെ പറയൂല. നാട്ടിൽ നിന്ന്, കാരണം നമുക്ക് ഇതൊന്നൊരു മെച്ചം ഉണ്ടായില്ല, ഉള്ളത് കൂടുക എന്നല്ലാതെ ഒരു ഇതുണ്ടാകും. പക്ഷെ നമുക്ക് ഭേദമായി വന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. നടക്കാനുള്ള ഒരു രൂപത്തേക്ക് ആക്കി തന്നത് പോലാണ് ആ ഡോക്ടറാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആകെ കണ്ണ് തള്ളിപ്പോയി. എന്തെങ്ങനെ ആയി പോയി എന്ന് വെച്ച്, പറ്റ ക്ഷീണിച്ചു പോയി എന്ന് വെച്ച്. ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ വാപ്പാക്ക് ഭയങ്കര വാശി വെച്ച് കഴിഞ്ഞാൽ അസുഖം എന്താണെന്ന് നമ്മളിപ്പോൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയല്ല. അസുഖം എന്താണെന്ന് അറിഞ്ഞാൽ പോലും ആവശ്യമുള്ളതൊക്കെ കഴിക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യം വരികയാണ്. അപ്പോൾ അത് ആ രോഗത്തിൻ്റെ ഒരിതാണ്, ഏത് പണ്ടത്തെ രോഗത്തിൻ്റെ ഒരു ഇതാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അമ്മക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. അതായത് ഫുഡ് ഇപ്പോൾ ഈ പെരുന്നാൾക്കാണ് ഒന്ന് കൂടിപ്പോയത്. അതായത് പെരുന്നാൾക്ക് കൊടുന്ന ഇറച്ചി എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇറച്ചി വേണം. ഡോക്ടർ 1 മാസത്തോളം ഇറച്ചി അവോയ്ഡ് ചെയ്യുക, 1 മാസം 1 വർഷത്തോളം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇറച്ചി മീനും ഇല്ലാതെ പറ്റൂല. എന്തായാലും അങ്ങനെയൊക്കെ കഴിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ എൻ്റെ കുട്ടിയെ കാണാൻ വരുമ്പോഴൊക്കെ നല്ല ഉഷാറിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 4 ദിവസത്തിലാണ് ഛർദിക്കുന്നത്. അതായത് കറുത്ത കളറിൽ, അതായത് മലം ഛർദിക്കൽ തുടങ്ങി. അതാണ് പണിയായി പോയി. അപ്പോൾ നമ്മൾ ആകെ പേടിച്ച് നോക്കുമ്പോൾ വയറൊക്കെ വീർത്തായിരുന്നു. അപ്പോൾ വയറ് ഇന്നലെ വീർത്ത് വയറിൻ്റെ ഉള്ളിലൊക്കെ പഴുപ്പ് എന്തായിരിക്കാണ്, നീര് പഴുപ്പായിരിക്കാണ്. അപ്പം ഇന്നലെ കുത്തിയിട്ട് തന്നെ എത്രയോ നേരം കുത്തിയിട്ടൊന്നും പോരുന്നില്ല. അങ്ങനെ പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെച്ച് ഒരു 1.5-2 ലിറ്ററോളം ഇന്നലെ കുത്തിയെടുത്തു. ഇനിയും അത്ര തന്നെ കുത്തിയെടുക്കാണ്ട്. അപ്പോൾ അത്രയും പഴുപ്പ് വയറിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ പാൻക്രിയാസിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള നടത്താണ്. പിന്നെ നമുക്ക് സ്കാനിങ് അതായത് PT ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്ക് അമല ഹോസ്പിറ്റലിലേക്കാണ്. അമല ഹോസ്പിറ്റലിൽ 28-ാം തീയതിയാണ് 29-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഡേറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് വലിയ ടെസ്റ്റാണ്. നല്ല അത്യാവശ്യം വലിയ പ്രൈസ് വരുന്നൊരു ടെസ്റ്റാണ്. അതിലെല്ലാം അറിയാം എന്തൊക്കെ ഉണ്ട്, തുടർന്നുള്ള ചികിത്സ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ അതറിയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതാണ്, നിങ്ങൾ ഈ ഓരോ ടെസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ MRI എടുത്തു, CT സ്കാൻ എടുത്തു, അതിന് ഓരോ ടെസ്റ്റ് എടുക്കണേക്കാളും നല്ലത്, കുറേ കുത്തി ഇതാക്കണേക്കാളും നല്ലത് ഒറ്റ ടെസ്റ്റ് എടുത്ത് വരിക. എന്തായാലും കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിക്ക് നിൽക്കുകയാണ്. ഇതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ അല്ലേ. എന്തായാലും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥന. നല്ല ക്ഷീണിച്ചിക്കണ് മൊത്തത്തിൽ, അതായത് അസ്ഥി കൂടെ ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എണീക്കാൻ നമ്മളെ 3 ആളൊക്കെ താങ്ങിയിട്ട് ഇവിടുന്ന് പോകുമ്പോഴൊന്നും വലിയൊരു പ്രശ്നമുള്ളതല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലാണ് രോഗമില്ലാത്തവരും കൂടി രോഗിയാവും. കാരണം ഈ രോഗത്തിനുള്ളത് മെഡിസിൻ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വരുമ്പോൾ ഇത്ര പ്രശ്നമൊന്നും ഉണ്ട്, ഇത് എന്തേ പറ്റിയെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഓരോ ഗുളികകളും ഹൈ ഡോസ് ഗുളികകളാണ്. അതായത് ആ ഹൈ ഡോസ് ഗുളികകൾ പ്രതിരോധിക്കാനുള്ള ശേഷി ഉപ്പക്കില്ല. അതായത് ഭക്ഷണം കഴിച്ചാലല്ലേ ഇത് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ഗ്ലൂക്കോസ് തന്നെ കയറുന്നില്ല. അതായത് ഞരമ്പുകൾ കിട്ടുന്നില്ല, ബ്ലഡ് അല്ലാതെ പിന്നെ വെള്ളമല്ല ശരീരത്തിൽ. അപ്പം അങ്ങനെയൊക്കെ കുറേ റിട്ടേൺ പോരുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസും കയറുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇന്നൊക്കെ 4 ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. കുടിക്കുന്നത് ചായ മാത്രമാണ്. അത് ഏറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും നിൽക്കില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് തന്നെ വോമിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ ആ ഒരു
രൂപം ഞാൻ വീഡിയോയിൽ ഇടാത്ത നമുക്ക് തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? കാരണം ആ രൂപം നമ്മൾ കാണുന്ന മാതിരി അല്ല, പറ്റ ആയിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇതിങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു മെസ്സേജാണ്. നമ്മൾക്ക് നമ്മളെ ലൈഫ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പ്രായത്തിൽ നമ്മള് എൻജോയ് ചെയ്ത് നടക്കുക അങ്ങനെയല്ല, നല്ല പ്രായത്തിൽ നമുക്ക് ജീവിക്കണം എന്ന് തോന്നുമ്പോഴാവും ഇതുപോലത്തെ അസുഖങ്ങൾ നമ്മളെ പിടിപെടുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആരും ഒരു വഴി കൂടെ ഒന്നും പോവാതിരിക്കുക. പിന്നെ ഉമ്മാനെ കാണുന്നതേ ഉപ്പാക്ക് ദേഷ്യിക്കണേ. കാരണം എന്താ വെച്ചാൽ ഉമ്മ സൂചി കുത്തിക്കാണെന്നാ പറയുന്നത്. അപ്പാക്ക് രോഗത്തിനെ കുറിച്ച് അറിയുന്നില്ല. അതായത് ഇനി കുത്താന് എവിടെ സ്ഥലം ബാക്കിയില്ല. അതായത് ഏറ്റവും ഒടുവിൽ വയറിലായിരുന്നു കുത്താനുള്ളത്. ആ വയറിന്റെയും കുത്തി വേദന കൊണ്ടാണ് നമുക്കൊക്കെ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവിടെ കുത്തുന്ന ബ്ലഡ് കിട്ടണില്ല, ഇവിടെ കുത്തുന്ന ബ്ലഡ് കിട്ടണില്ല. എന്നിട്ട് അപ്പോഴേക്കും അപ്പുറത്തെ കയ്യിൽ വന്നിട്ട് ഗ്ലൂക്കോസ് കുത്താൻ നോക്കും, അത് അതിൽ കിട്ടില്ല. അത് ഒരു കുത്തണമെങ്കിൽ കുഴപ്പമില്ല, എല്ലാം കിട്ടുകയാണ്. ഈ കിട്ടാത്തതുകൊണ്ട് ഒരു പലയിടത്തും കുത്താണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ബ്ലഡിലാണ് എല്ലാ അസുഖങ്ങളും. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ ബ്ലഡ് കുറച്ച് കിട്ടുന്ന കുറച്ച് കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളി, നാളെ ആവശ്യമുണ്ടെങ്കിൽ അതിന് നിർത്തി ഇടയ്ക്കിടയ്ക്ക് വന്ന് കുത്തരുത് എന്ന് പറഞ്ഞേക്കണേ. കാരണം എന്താ വെച്ചാൽ എല്ലാ ടെസ്റ്റുകളും ഇങ്ങനെ എടുത്ത് കാരണം ഇപ്പം ഒരു അസുഖമല്ല ഉള്ളത്, ഒന്നിൽ കൂടുതൽ അസുഖങ്ങളാണ് വയറിന്റെ ഉള്ളിലായിട്ടും എല്ലായിടത്തും ആയിട്ടുള്ളത്. അതാണ് ഏതിനാണ് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് തുടങ്ങേണ്ടത് എന്നുള്ളതിന്റെ ഒക്കെ ടെസ്റ്റാണ് ഇപ്പൊ നമുക്ക് 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി മൊത്തത്തിൽ കൊളായി കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരം കളയണ്ട. ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനും ബിലാലും ഉണ്ട്. ഞങ്ങൾ ഇതൊന്ന് പോയിട്ട് റെഡിയാക്കിയിട്ട് വീട്ടിലോട്ടൊന്ന് പോകണം. ഈ ഇടി വെട്ടുവനെ പാമ്പടിക്കാന്ന് പറഞ്ഞ മാതിരി അപ്പോഴത്തെ അവസ്ഥ. അതായത് കിണറൊക്കെ പാടെ മഴയത്ത് ഇന്നലെ ഇടിഞ്ഞിട്ട് അതിലേക്ക് വീടുക്കണേ. അപ്പോൾ ഇനി ഫുള്ള് ഇടിയാണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളെ നിർത്തിയിരിക്കണം. കാരണം എന്താണ്, അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പെരയ്ക്കൊക്കെ ബാധിക്കും. അപ്പോൾ അത് നല്ല മഴ പെയ്തിക്കണം ഇന്നലെ. എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ നോക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ ടാർപ്പായുടെ വെള്ളമൊക്കെ ആ സൈഡിലേക്ക് വീണുകൊണ്ട് ആ വെള്ളം അവിടെ ഇടിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ വേറെ വലിയ കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ഒരാളെ നിർത്തിയിരിക്കണം. അതൊന്ന് നോക്കണം. പിന്നെ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം മോളെ വീഡിയോ എടുത്ത് നോക്കലും ഒക്കെയാണ്. ഏതായാലും ഞാൻ ഇപ്പം നാട്ടിലെത്തി, ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് മോളെ കണ്ടിട്ട് വരണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അങ്ങോട്ട് പോകാൻ പറ്റാന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ഓടിപ്പാച്ചിലുമായിട്ട് ഹോസ്പിറ്റലിൽ ആവും. എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും, എന്തൊക്കെ ആവും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ അറിയാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതിവിടെ പോയിട്ട് ഇത് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ.